ഇന്ന് നമുക്കൊരു റൈസ് വെറൈറ്റി ഉണ്ടാക്കാം. തേങ്ങാപ്പാൽ പുലാവ്. സിമ്പിളാണ്, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ബസ്മതി അരിയാണ്. 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 3 മുതൽ 4 പേർക്ക് വരെ വയറ് നിറയെ കഴിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈമ അരിയും എടുക്കാം കേട്ടോ. ബസ്മതി അരി വെച്ചിട്ട് ഉണ്ടാക്കുന്നവർക്ക് അറിയാമായിരിക്കും, നല്ലോണം സ്റ്റാർച്ച് ഉണ്ട്. ഇത് ബിരിയാണിക്ക് ഉപയോഗിക്കുന്നതിന് മുന്നേ വെള്ളം തെളിയുന്നത് വരെ കഴുകി നല്ല വൃത്തിയായിട്ടുള്ള വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് കുതിർത്ത് വയ്ക്കണം. ഇൻഗ്രീഡിയൻസ് എല്ലാം ഓൺ ദ ഗോ പറയാം കേട്ടോ. കുക്ക് ചെയ്യാൻ വേണ്ടി ഒരു പ്രഷർ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലായതുകൊണ്ട് വെളിച്ചെണ്ണയായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അടുത്തത് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു വല്യുള്ളി നീളത്തിൽ അരിഞ്ഞത്. ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഏകദേശം 100 ഗ്രാമിൽ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. എണ്ണ ചൂടാകുമ്പോൾ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഇനി മസാലകൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പട്ട, ഗ്രാമ്പു, ഏലം ഇത് 3ഉം ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റുക. ബ്രൗൺ ആക്കുകയൊന്നും വേണ്ട, ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഉള്ളി നന്നായി സോഫ്റ്റായി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പകുതി എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു മിക്സറിൻ്റെ ജാറിലേക്ക് എടുത്തു വയ്ക്കാം. ഇനി ഈ മിക്സർ ജാറിലേക്ക് 2 കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യത്തേത് പുതിനയാണ്. നല്ല ഫ്രഷ് പുതിന ഏകദേശം ഒരു പിടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാട്ടോ. ഇത് കുറച്ചുകൂടെ കഴിഞ്ഞേ ഞാൻ ക്രഷ് ചെയ്യുന്നുള്ളൂ. അപ്പോഴേക്കും നമുക്ക് ഉള്ളിയുടെ കൂടെ, അടുപ്പത്തിരിക്കുന്ന ഉള്ളിയുടെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാനിവിടെ ക്യാരറ്റും ബീൻസും ഉരുളക്കിഴങ്ങുമാണ് ഒരേ കനത്തിൽ അരിഞ്ഞു വെച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് അങ്ങനെ എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസൊക്കെ ഏകദേശം 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരേ അളവിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1/4 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നീട് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാം വേണമെങ്കിൽ. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് സോട്ടേ ചെയ്ത് കൊടുക്കാം. എണ്ണയൊക്കെ പച്ചക്കറി വെജിറ്റബിൾസിലൊക്കെ നന്നായി പിടിക്കുന്നത് വരെ സോട്ടേ ചെയ്യാം. ഒരു 20-25 സെക്കൻഡോളം സോട്ടേ ചെയ്താൽ മതിയാവും. പച്ചക്കറികൾ എണ്ണയിൽ കിടന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞോട്ടെ. നമ്മൾ അപ്പോഴത്തേക്കും മിക്സറിലുള്ള ഇൻഗ്രീഡിയൻസ് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ തരിതരിപ്പായിട്ട്. ഇനി ഇത് നമുക്ക് പച്ചക്കറികളിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചക്കറിയിൽ ഈ മസാല കോട്ടാവുകയും വേണം, ആ എണ്ണയിൽ കിടന്ന് ഈ മസാല കുക്കാവുകയും വേണം. ഒരു 20-25 സെക്കൻഡോളം അത്രയും മതി. അയ്യോ, ഇത് ഇത്രയും മസാല ഉള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? പക്ഷേ ഇത്രയും മതി. നല്ലൊരു രുചിയും മണവും കിട്ടും ഇതുകൊണ്ട്. ഇനി നമ്മൾ കുതിർത്ത് വെച്ച അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയും ആ വെജിറ്റബിളും ഒക്കെ അരിയുമായിട്ടൊന്ന് ബ്ലെൻഡ് ആവട്ടെ. വേറൊരു കാര്യം ഈ സമയത്ത് പറയാനുള്ളത്, നമ്മളൊരു 10-15 മിനിറ്റിൽ കൂടുതൽ നേരം അരി കുതിർത്ത് പോയാൽ ഇങ്ങനെ നമ്മൾ ഈ ഇളക്കുന്ന സമയത്ത് അരി മിക്കവാറും പൊട്ടിപ്പോകും. ഇതിപ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കണ്ടേ? ഇപ്പോൾ നമ്മൾ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വെള്ളം ശരിക്കും പോകേണ്ടത് 4 കപ്പാണ്. 2ന്റെ ഇരട്ടി 4 കപ്പ് വെള്ളം അതിലേക്ക് പോകണം. പക്ഷേ ഇവിടെ ഞാൻ എടുക്കുന്നത് ആ 4 കപ്പിൽ 1 കപ്പ് തേങ്ങാപ്പാലാണ്, ബാക്കി 3 കപ്പും വെള്ളമാണ്. ഇനി ഈ തേങ്ങാപ്പാല് 1-ാം പാല് 2-ാം പാല് അങ്ങനെയൊന്നും ഇല്ല. 1 കപ്പ് തേങ്ങയിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് മിക്സിയിൽ അരിച്ചെടുത്തതാണിത്. അത് ഏകദേശം 1 കപ്പ് തന്നെ നമുക്ക് കിട്ടും. കുക്കറിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 2, 3.
ഇനി പച്ചക്കറിക്ക് വേണ്ടി ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉപ്പ് നോക്കി നമുക്ക് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഫ്രഷ് മിൻറ്റ് ലീവ്സും പുതിനയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറൊരു കാര്യമുള്ളത്, പട്ട, ഗ്രാമ്പു, ഏലം അത് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇവിടെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പുതിനയിൽ ചേർത്തൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ സാധാരണ കുക്കറിൽ ഒരു 2 മുതൽ 3 വിസിൽ വരെ മതിയാവും. ഇതപ്പോൾ നമ്മുടെ കുക്കറ് പ്രഷറൊക്കെ റിലീസായി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പുലാവ് റെഡിയാണ്. പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് കുറച്ച് മോയ്സ്ചർ അതിൽ കാണാം. ബസ്മതി അരി ആവുമ്പോൾ അങ്ങനെ ഉണ്ടാവും. അത് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ഇതേ പാത്രം തുറന്നു വയ്ക്കാം. ഇനിയല്ല, കൂടുതൽ മോയ്സ്ചർ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു തണിഞ്ഞ പാത്രത്തിലേക്ക് തട്ടിയിട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കാം. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.